Hello everyone. In this video we will learn about the basic concept of graph. That means the definition of graph. A graph is an ordered triple V of g, E of g, Ig, where V of g is a non-empty set, E of g is a disjoint from V of g, and Ig is an incidence map that associates with each element of E of g an unordered pair of elements, same or distinct, of V of g. That means V of g is a vertices and collection of vertices. E of g is a collection of edges, and Ig is a collection of, that means Ig of edge equal to vertices. That means, for an example, just V1, V2. 2 points V1 and V2 is the two vertices and joined edges V1 and V2. It's called E1, small letter E1. E1 is an edge. Then V1 is a vertices, V2 is an vertices. So V of g equal to set for V1, V2. E of g equal to set E1. Okay, Ig of E1, that's equal to V1, V2. അതായത് IG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻസ് മാപ്പാണ്. അതായത് IG ഓഫ് E1, എഡ്ജിൻ്റെ IG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ രണ്ട് എൻഡിങ് പോയിന്റിൽ, അതായത് രണ്ട് എൻഡ് ആയിട്ടുള്ള, അതായത് ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വേർട്ടിസസിൻ്റെ നടുവിലാണ് ഒരു ലൈനിനെ വരയ്ക്കുന്നത്. ആ ഒരു ലൈനിൻ്റെ രണ്ട് എൻഡിങ് പോയിന്റിനെ നമ്മൾ എന്ത് പറയാം? IG എന്ന് പറയാം. ഓക്കെ, IG എന്ന് പറയാം. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ എക്സാമ്പിൾ വെച്ച് നോക്കിയാലേ ക്ലിയർ ആവുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ. ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡേർഡ് ട്രിപ്പിൾ ആണ്. ട്രിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, V ഓഫ് ജി, E ഓഫ് ജിയും ഐ ജിയും. അപ്പോൾ ആ മൂന്നെണ്ണം കൺസിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, എലമെന്റ്സ് ഓഫ് V ഓഫ് ജി. V ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റാണ്. ആ ഒരു സെറ്റിലെ എലമെന്റ്സിന് നമ്മൾ വേർട്ടിസസ് എന്ന് പറയും, അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയും ഓഫ് ജി. ഗ്രാഫിൻ്റെ V ഓഫ് ജിയിലെ എലമെന്റ്സിന് നമ്മൾ വേർട്ടിസസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നോഡ്സ് അല്ലെങ്കിൽ പോയിന്റ്സ്. ഓക്കെ, ദെൻ elements of E of G are called the edges or lines of G. If the edge E of G, Ig of E equal to U, V. Ig of E equal to U, V നെ നമ്മൾ we rewrite Ig of E equal to UV. U into V എന്നൊന്നും പറയാൻ പാടില്ല, UV. ഓക്കെ, അപ്പോൾ Ig of E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E നെ കണക്ട് ചെയ്യുന്ന യു വി എന്ന് പറഞ്ഞാൽ രണ്ട് വേർട്ടിസസ് കണക്ട് ചെയ്യുന്ന എഡ്ജാണ് എന്ത്? ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ IG ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UV. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇത് വരച്ചിട്ടുണ്ട്, അത് നോക്കാം. V1, V2, V3, V4. V1, V2, V3, V4. ഈ നാലിന് എന്താണ്? വേർട്ടിസസ് ആണ്. അപ്പോൾ V ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ? V ഓഫ് ജി എന്ന് പറഞ്ഞാൽ V1, V2, V3, V4. V ഓഫ് ജിയിൽ V എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. വേർട്ടിസസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ V1, സ്മോൾ ലെറ്റർ V2, സ്മോൾ ലെറ്റർ V3, സ്മോൾ ലെറ്റർ V4. ഓക്കെ, ഇനി എഡ്ജസ് ക്യാപിറ്റൽ ലെറ്റർ E ആണ് സെറ്റിന് ഡിനോട്ട് ചെയ്യുക, പക്ഷേ എലമെന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട്? E1, E2, E3, E4, E5. 5 എഡ്ജസ് വരുന്നുണ്ട്. സോ E1, E2, E3, E4, E5. ഇപ്പോൾ വേർട്ടിസസിന്റെ കളക്ഷൻ നമ്മൾ എഴുതി, എഡ്ജസിന്റെ കളക്ഷൻ എഴുതി. ഇനി നമുക്ക് IG ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താ? E1നെ കണക്ട് ചെയ്യുന്ന രണ്ട് വേർട്ടിസസ് ഏതാ? V1, V2. സോ V1, V2. IG ഓഫ് E2, E2നെ കണക്ട് ചെയ്യുന്ന വേർട്ടിസസ് ഏതാ? V1ഉം V3യും.
ഓക്കെ, V1 ഉം V3 ഉം. അപ്പം നമ്മൾ IG ഓഫ് E2 എന്ന് പറഞ്ഞാൽ V1, V3. ദെൻ IG ഓഫ് E3. E3 എന്ന് പറഞ്ഞ ലൈനിനെ കണക്ട് ചെയ്യുന്നത്, E3 എന്ന് പറഞ്ഞാൽ ഈ V1 ഉം V4 ഉം കണക്ട് ചെയ്യുന്നതാണ്. സോ V1, V4. IG ഓഫ് E4 എന്ന് പറഞ്ഞാൽ V2 ഉം V4 ഉം കണക്ട് ചെയ്യണം. സോ V2, V4. IG ഓഫ് E5 എന്ന് പറഞ്ഞാൽ V3, V4. അപ്പം ഇതാണ് 3 കൺസെപ്റ്റ്. അതായത് V ഓഫ് G, E ഓഫ് G ആൻഡ് IG. ഈ 3 ട്രിപ്പിൾ ചേർന്നതാണ് എന്ത്, നമ്മളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രം. ഓക്കെ, താങ്ക് യു.